സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെ RSS ഇതാ പിടിച്ചെടുക്കുന്നു. അവരെ ഉയർത്തിക്കാട്ടാൻ ശ്രമം നടത്തുന്നു. നെഹ്റുവിനെ പോലെയുള്ള നേതാക്കന്മാരെ ഇകഴ്ത്തിക്കാട്ടാനാണ് പട്ടേലിനെ പോലെയുള്ള നേതാക്കന്മാരെ RSS ഉയർത്തിക്കാട്ടുന്നത് എന്നൊക്കെയാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പുതിയ കണ്ടുപിടുത്തം. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ മല്ലികാർജുൻ ഖാർഗെക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണെന്നും ജവഹർലാൽ നെഹ്റു ആരാണെന്നും മനസ്സിലായിട്ടില്ലെന്ന്. അല്ല, അത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. ഈ സർദാർ വല്ലഭായ് പട്ടേലിനോട് സ്നേഹം കോൺഗ്രസിന് വരാൻ കാര്യം ഇപ്പം BJPയുടെ നിലപാടുകളാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ AICC സമ്മേളനം അവിടെ നടക്കുന്നു. 150-ാം ജന്മദിന വാർഷികമാണെന്ന് തോന്നുന്നു പട്ടേലിന്റെ. 100-ാം വാർഷികം AICC പ്രസിഡന്റായിട്ട് 100-ാം വാർഷികം ഗാന്ധിജിയുടെ ഒപ്പം. ഇവർ രണ്ടുപേരുടെയും സ്ഥലം ഗുജറാത്താണ്. അതുപോലെ തന്നെ ഗുജറാത്താണ് ഈ വർഗീയ ധ്രുവീകരണ പാർട്ടിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണല്ലോ ഇപ്പം പ്രധാനമന്ത്രി. അല്ലെങ്കിൽ അതുപോലെ ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഗുജറാത്താണ്. അതിലാണ് BJPയുടെ തുടക്കം എന്നൊക്കെ KC വേണുഗോപാലൊക്കെ ഇന്നലെ പറയുന്നത്. അപ്പം ഇതിപ്പോ ചർച്ച ചെയ്യട്ടെ. പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ കോടാനുകോടി രൂപ മുടക്കി അനാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയിലാക്കി ചർച്ച ചെയ്യുന്നത്. അതിപ്പം ആൾക്കാരൊക്കെ മനസ്സിലായ പ്രതിമ എന്തിനാ ഉണ്ടാക്കിയത്, പ്രതിമയാണോ, കാക്ക കൂറിക്കൊണ്ടിരിക്കുകയാണോ, കോടാനുകോടി രൂപ വരുന്നുണ്ടോ എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്ത്. ഇപ്പൊ അത് ചർച്ചയിലില്ല. സർദാർ വല്ലഭായ് പട്ടേലിനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റുന്നത് ഏതാവില്ല. വലിയൊരു ധീരദേശാഭിമാനിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കു മനുഷ്യൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പൊ പുള്ളി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്ന സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോ ഒരു കാര്യം പറഞ്ഞു. യുവമാര് 10,000-കണക്കിന് അല്ലെങ്കിൽ 100-കണക്കിന്, 10,000 അല്ല 100-കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഇവന്മാർ തല്ലിപ്പിരിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. എങ്ങനെ ഒക്കാനാ? വിവിധ ഭാഷ, വിവിധ സംസ്കാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുരാജ്യങ്ങൾ, ഇതിന് ഒക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പോയാൽ ഒരിക്കലും ഒന്നിക്കത്തില്ല, ഇന്ത്യ ഒരു ശിഥിലമായി തന്നെ കിടക്കുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് ഇദ്ദേഹത്തെയാണ്. ഏതാണ്ട് 565 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അറിയാമല്ലോ, രാജാക്കന്മാർ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരം. ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഈ നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് നിന്നിട്ടുള്ള ആളും അത് വിജയകരമായിട്ട് നടത്തിയ ആളുമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അത് ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റുന്ന കാര്യവുമല്ല, നിസ്സാരമായിട്ടുള്ള കാര്യവുമല്ല. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള VP മേനോനാണ്. പുള്ളിയാണ് ഈ നാട്ടുരാജ്യ ഇതിനു വേണ്ടി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് പോയി സംസാരിച്ചിട്ട് അത് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം അതിനകത്ത് അല്ലെങ്കിൽ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ അന്നേരം പിടിച്ചെടുക്കുകയാണ്. ശരിക്കും അന്നത്തെ ഒരു നരേന്ദ്രമോദി, അദ്ദേഹത്തിന് പഠിക്കാമെങ്കിൽ അന്നത്തെ ഒരു നരേന്ദ്രമോദി എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ അമിത്ഷാ, യോഗിയൊക്കെ എന്ന്. ഈ ആക്ഷനാണ്. അന്നേരം വേറെ തീരുമാനമൊന്നുമില്ല. ഇന്ത്യക്ക് വേണ്ടി അന്നേരം അവരെ പിടിച്ച് ഇങ്ങ് എടുക്കുക. അപ്പം അതിനകത്ത് അന്ന് ഗുജറാത്തില് എടുത്തു പറയത്തക്ക 1-2 കാര്യമുണ്ട്. ഗുജറാത്തിലെ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റിന്റെ പേര് ഞാൻ പറയാം, ജുനഗഡ് സ്റ്റേറ്റ്. ഈ ജുനഗഡിന്റെ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനോട് ചേരാൻ പോകുന്നു. അപ്പൊ അവിടെ മുസ്ലിം രാജാവാണ്. പക്ഷെ 95% ഹിന്ദുക്കളാണ്. ഉടനെ തന്നെ ഇയാൾ പറയുന്നതിന് മുമ്പ് തന്നെ പോലീസ് അന്ന് പട്ടാളത്തെ വെച്ചാ ചെയ്തത് എന്ന് പറഞ്ഞ പോലീസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചെടുത്തു. അതുപോലെ ഹൈദരാബാദ് നിസാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ അയാളുമായിട്ടൊക്കെ ബന്ധമുള്ളവനാന്ന് പറയും, OWC എന്ന് പറയും. അവനാണല്ലോ ഇപ്പോഴും ഇവിടെ നിന്നിട്ട് പാകിസ്ഥാൻ ഇവിടെ വരണം എന്ന് പറയുന്നത്. അപ്പൊ ഹൈദരാബാദ് നിസാം ഇതുപോലെ അന്ന് പാകിസ്ഥാനിൽ ചേരണമെന്ന് തീരുമാനമെടുത്ത പറഞ്ഞു തീരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ സുൽത്താൻ, ഹൈദരാബാദില് സുൽത്താൻ എന്ന് പറയും, പേര് ഞാൻ ഓർക്കുന്നില്ല, ഇത് പിടിച്ചെടുത്ത്. എന്നിട്ട് അന്ന് ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണം, 5 വിമാനം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഈ 5 വിമാനത്തിൽ സ്വർണവും വജ്രവും കയറ്റാൻ പറ്റുന്ന കാര്യങ്ങളും മൊത്തവും കയറ്റി. അതായത് കോടാനുകോടി രൂപയുടെ സമ്പത്ത് ഇവനെ ആ രാജ്യം പിടിച്ചെടുത്തപ്പോ അവിടുന്ന് കയറ്റി ലണ്ടനിൽ പോയി. ഇപ്പൊ നമ്മുടെ ഈ പുതിയ നേതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ ഈ ലണ്ടനിൽ താമസിക്കുന്ന ഒന്ന് പ്രിയങ്ക ഗാന്ധി, പിന്നെ ലണ്ടനിൽ ബന്ധമുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിക്കൊക്കെയാണ് അന്ന് പോയതാണ് ഈ ഹൈദരാബാദ്. അപ്പം ഇതുപോലെയുള്ള നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തതും അത് ഏൽപ്പിച്ചത് അദ്ദേഹത്തെ ആകുമ്പോൾ അത് ഏറ്റവും വലിയ വലിപ്പത്തിൽ നടത്തിയ ആളുമാണ്. ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകതയുണ്ട്. എങ്ങനെ നെഹ്റുവിനെ പറയാതിരിക്കും? നെഹ്റുവിനെ പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത്
നാടാണ്, കാശ്മീരിനുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീർ കൂട്ടിച്ചേർക്കൽ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് പട്ടേലിന്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവം ആ അല്ലെങ്കിൽ ആ കാശ്മീർ വിഷയം ഏറ്റെടുത്തിട്ട് കാശ്മീർ എങ്ങനെയായി? കാശ്മീരിനകത്ത് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി ആ 48 യുദ്ധം അറിയാലോ, അല്ലെങ്കിൽ കാശ്മീർ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഏറ്റെടുത്ത് 48-ൽ കാശ്മീർ പിടിക്കാൻ പാകിസ്ഥാൻ വന്നു, അല്ലെ പാകിസ്ഥാൻ യുദ്ധം ചെയ്തു. അപ്പോൾ കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാശ്മീരിനകത്ത് പ്രശ്നം വന്നു. ഈ പ്രശ്നം കൊണ്ടുവന്ന് അന്ന് ഐക്യരാഷ്ട്രസഭയെ കൊണ്ടു കൊടുത്ത ആരാന്നറിയാം? നെഹ്റുവാ. അത് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ഇന്നത്തെ കൂട്ടം അവിടെ അന്നും ഭീകരന്മാരുണ്ട്, ഭീകരന്മാർ കയറി പറയാൻ പറ്റുന്നില്ല. അന്നൊരു അവിടെ കന്യാസ്ത്രീ മഠമൊക്കെ ഉണ്ട്. കന്യാസ്ത്രീ മഠത്തിൽ കയറി കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളിടത്ത് അവരെ പീഡിപ്പിച്ച് വളരെ വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ തമ്പടിക്കുമായിരുന്നു ഭീകരർ. ഇവരെ അടിച്ചോടിച്ച് ഇത് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇത് കൊണ്ടുവന്ന് ഇദ്ദേഹം കൊണ്ടുവന്ന് UN അവതരിപ്പിച്ചപ്പോൾ അന്ന് ലോകമഹായുദ്ധം കഴിഞ്ഞ് UN എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും, യുദ്ധം നിർത്താൻ പറഞ്ഞു, ലൈൻ ഓഫ് കൺട്രോൾ വെച്ചു. അവിടെ യഥാർത്ഥ ആൾക്കാർ ഇവിടം വരെ യുദ്ധം ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പം അന്നാണ് നമ്മുടെ ഇന്ന് POK അവരുടെയിലാവുന്നത്. അത് ഇന്നും കാശ്മീർ വിഷയം ഈ രീതിയിൽ ഇന്ത്യക്ക് ത്രെട്ടായിട്ട് നിൽക്കുന്നത് അന്ന് നെഹ്റു ഏറ്റെടുത്തുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം. അതായത് നെഹ്റുവിന് എന്താണ് അവിടെ താല്പര്യം? ഇത് ചോദിക്കുമ്പോൾ മറുപടി പറയട്ടെ കോൺഗ്രസ്. നെഹ്റുവിന് എന്തായിരുന്നു ബാക്കി 564 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാശ്മീരിനകത്ത് അയാൾക്ക് ഇടപെടേണ്ട കാര്യം? എന്നിട്ട് എന്തുകൊണ്ട് അത് അവിടെ കൊണ്ടു കൊടുത്തു? എന്തുകൊണ്ട് അവർക്ക് അന്ന് പ്രത്യേക പദവികൾ കൊടുത്തു? പ്രത്യേക പദവികൾ കൊടുക്കുന്ന കാര്യം വേറെ രീതി ചർച്ച ചെയ്താൽ കുഴപ്പം. എന്തുകൊണ്ട് ഇപ്പോഴും അത് തീരാത്തത്? എന്തുകൊണ്ട് ഇന്ത്യക്ക് POK എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഇന്ത്യക്ക് ഇന്നും എന്തിനു വേണ്ടി പ്രശ്നമുണ്ടെന്നറിയാവോ? അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ, അല്ലെങ്കിൽ ആ സ്ഥലം നമ്മളുടെ കയ്യിൽ അല്ലാത്തതുകൊണ്ട് നമ്മളുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തിനു വേണ്ടി ത്രെട്ട് ഉണ്ടെന്നറിയാം. അപ്പൊ ഇതന്ന് ഈ ഒരിടം മാത്രം നെഹ്റുവിനെ ഏൽപ്പിക്കുമ്പോൾ നെഹ്റു ചെയ്ത കാര്യമായി പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അപ്പം വിഭജിച്ചതിന്റെ റിസർവ് ബാങ്ക് നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പം ഇത്ര ശതമാനം പൈസ കൊടുക്കണം. അത് ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം, അപ്പൊ ലോകത്തിലുള്ള കരാർ, ആ കരാർ പാലിച്ചു വെക്കത്തു. പക്ഷെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരാർ പാലിക്കണ്ട. അന്ന് പട്ടേൽ പറഞ്ഞു പൈസ നമ്മൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പട്ടേൽ പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവ് അവിടെ സത്യാഗ്രഹം കിടന്നു. ആലോചിച്ചോണം, പാകിസ്ഥാന് വേണ്ടി സത്യാഗ്രഹം കിടന്നു. ഇവരുടെയൊക്കെ കാര്യം അങ്ങനെയാണ്. അപ്പം ഇതേ രീതിയിൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിന് ശേഷം ഇന്ത്യക്കകത്ത് നിന്ന് പാകിസ്ഥാന് വേണ്ടി ആ സമയം തൊട്ടേ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാതെ പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ള നേതാക്കന്മാരായി ഇവരൊക്കെ. അപ്പം ഗാന്ധി വധ സമയത്ത് ഇവര് പറയുന്നത് RSSനെ നിരോധിക്കും. അന്ന് സംശയമുണ്ടായിരുന്നു. RSS ആണെന്ന് പറഞ്ഞിട്ട് ആരോപണം വന്നപ്പോൾ RSSനെ നിരോധിച്ചു. അതിനുശേഷം RSSനെ പുനഃസ്ഥാപിച്ചത് ആരാ? അതെന്തിനാ പുനഃസ്ഥാപിച്ച്? RSS കുഴപ്പമാണെങ്കിൽ ഇപ്പൊ PFI നിരോധിച്ചതുപോലൊക്കെ നിരോധിച്ചാൽ പോരെ? പുനഃസ്ഥാപിച്ചല്ലോ. മാത്രമല്ല ഈ നെഹ്റു RSSനെ സ്വാതന്ത്ര്യ സമര പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടില്ലേ? ഏറ്റവും നല്ല സംഘടനയാണെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടില്ലേ? ഇത് കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ഇപ്പൊ ഈ KC വേണുഗോപാലിനും ഖാർഗെയ്ക്കും ആണെന്ന് അറിയാം, അതിനെക്കാട്ടി വലിയ നേതാക്കന്മാരൊന്നും അല്ലല്ലോ. അപ്പം 100 കൊല്ലമാകുന്നു RSSനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നിരോധനം എന്തിനു പിൻവലിച്ചു? ഇവർ ഈ പറയുന്നത് പോലെ വിഭജനത്തിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ആണെങ്കിൽ എന്തിനു നിരോധിച്ചു? അപ്പം അത് പറയുന്നതിന് വേണ്ടിയാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന നെഹ്റു ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യവും, അല്ലെങ്കിൽ പട്ടേൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യവും ഒക്കെ തുലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ എല്ലാം നെഹ്റു എന്ന് എല്ലാത്തിന്റെ ഏതിന്റെ പേര് നോക്കിയാലും നെഹ്റു, ഏത് സർവകലാശാലയുടെ പേര് നോക്കിയാലും, ഏത് പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നാലും നെഹ്റുവിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നപ്പോൾ നെഹ്റു അല്ല, അതിനെക്കാട്ടി വലിയ നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അതായത് ഈ കാണുന്ന പുതിയ ഇന്ത്യ നിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ വേറെയാണ്. അതിന്റെ ഫലം അനുഭവിച്ചത് നെഹ്റു ആണെന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് പട്ടേലിനെ കൊണ്ടുവന്നത്. പട്ടേലിനെ നിങ്ങൾ എടുത്തോ, BJPക്ക് പട്ടേലിനെ എന്തിനാ? പക്ഷെ പട്ടേല് ധീരദേശാഭിമാനിയാണെന്നുള്ള കാര്യം പറയാൻ കോൺഗ്രസ് മടിക്കുമ്പോൾ, പട്ടേലിനെ മറച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ, ആ പട്ടേൽ ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇന്ത്യക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ BJP ശ്രമിച്ചപ്പോൾ ഇപ്പം ഈ പട്ടേലിനെ തരത്തില്ല, ഞങ്ങളുടെ നേതാവാണെന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് BJP ഉദ്ദേശിച്ച കാര്യം തന്നെ നെഹ്റുവിനെ കാട്ടി വലിയ വലിപ്പത്തിൽ കാണേണ്ട നേതാക്കന്മാരായിരിക്കും ഒരുപക്ഷെ ഗാന്ധിജിയും പട്ടേലും എന്നൊക്കെ ഇപ്പം 150 കൊല്ലം അദ്ദേഹത്തിന്റെ 150ാം ജന്മദിനത്തിലും ഈ AICC പ്രസിഡന്റ് ആയിട്ട്
100 കൊല്ലമാകുന്ന ഗാന്ധിജിയും ഒക്കെ പറയേണ്ടി വന്നില്ലേ? അത് തന്നെയാ ഈ BJP ഉദ്ദേശിച്ചത്. അല്ലാതെ BJPക്ക് പട്ടേലല്ല. പട്ടേൽ ഇന്ത്യയുടെ ധീരദേശാഭിമാനിയായിരുന്നു. അവരെ നിരോധിച്ചു എന്ന് പറഞ്ഞ വിഷയമല്ല. എന്ത് പട്ടേൽ ചെയ്തു എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പൊ അതൊക്കെ തന്നെയാണ് വിഷയം. പട്ടേലിനെ കോൺഗ്രസ്സുകാരെടുത്തു. പക്ഷെ പട്ടേൽ എന്താണെന്നുള്ള കാര്യം കോൺഗ്രസ് ചർച്ച ചെയ്യണം. കോൺഗ്രസിന്റെ യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നെഹ്റു ചെയ്തപ്പോൾ പട്ടേൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതേ ഉള്ളൂ. അല്ലാതെ നെഹ്റു എന്ന് പറയുന്ന ആൾ, അതുപോലെ നെഹ്റുവിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഗാന്ധിജി കാണിച്ച കോനാപ്പിച്ച് എന്തൊക്കെയാ? വിഭജനത്തിന് വേണ്ടി പോലും നെഹ്റുവിന് പ്രധാനമന്ത്രി ആവാനായി ഇന്ത്യ വിഭജിച്ചത് അറിയാമോ? ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയ ഇന്ത്യ വിഭജിക്കത്തില്ല. അതിനുശേഷം ഇയാളെ പ്രധാനമന്ത്രി ആക്കണോ വേണ്ട എന്ന് കോൺഗ്രസിനകത്ത് തീരുമാനമെടുക്കുമ്പോൾ വോട്ടാർക്ക 24 വോട്ട് പട്ടേലിന് കിട്ടുമ്പോ ഇയാൾക്ക് 4 വോട്ടം കണ്ടാ കിട്ടിയേ. കൃത്യമായ കണക്ക് എനിക്കറിയത്തില്ലെങ്കിൽ ഇത്രയും തന്നെയാണ്. പട്ടേലിന് കിട്ടിയതിന്റെ 4 ഇരട്ടി ഈ നെഹ്റുവിന് കിട്ടിയതിന്റെ 4 ഇരട്ടി വോട്ട് പട്ടേലിന് കിട്ടി. പട്ടേൽ മതി പ്രധാനമന്ത്രി കൊടുത്തു. എന്നിട്ട് അന്ന് ഗാന്ധിജിയെ സ്വാധീനിച്ച് അന്ന് നെഹ്റു പ്രധാനമന്ത്രിയായി. അതിനുശേഷം ഇദ്ദേഹം വളരെ കുറച്ച് സമയം ജീവിച്ചിരുന്നു. അതുപോലെ സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യം നീതുവിന് അറിയാമോ? ജനം കേൾക്കട്ടെ. സോമനാഥ ക്ഷേത്രം 13 പ്രാവശ്യം ലോകം ചർച്ച ചെയ്യുന്ന സോമനാഥ ക്ഷേത്രം അത് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി 13 പ്രാവശ്യം അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത ആളാണ് ഇദ്ദേഹം. അന്ന് അതിനുശേഷം അത് പുനർനിർമ്മിക്ക് അന്നത്തെ രാഷ്ട്രപതി എനിക്കൊന്ന് രാജേന്ദ്ര പ്രസാദ് ആണെന്ന് തോന്നുന്നു, തെറ്റുപറ്റിയുണ്ടെങ്കിൽ ക്ഷമിക്കുക, അദ്ദേഹം പോകണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം പോയി, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അത് വേണ്ടാന്ന് പറഞ്ഞ ആളാ നെഹ്റു. ഒരുപക്ഷെ ഒരു 2-3 കൊല്ലമേ ഇദ്ദേഹം ഇതിന് ശേഷം സ്വാതന്ത്ര്യാനന്തരം ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഇരുന്നായിരുന്നെങ്കിൽ അദ്ദേഹം താല്പര്യമെടുത്ത് അദ്ദേഹം മുൻകൈ എടുത്ത് ഒരുപക്ഷെ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി പുള്ളി നിന്നേനെ. അപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന ആളാ. അതുകൊണ്ടാണ് അയാളെ സൈലന്റ് ചെയ്തപ്പെട്ടപ്പോൾ, അദ്ദേഹത്തെ സൈലന്റ് ചെയ്തപ്പെട്ടപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരനായതുകൊണ്ട് ഇത്തരത്തിലൊരു നേതാവ് കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ഇന്ത്യ ഈ തരത്തിൽ പണിത് അല്ലെങ്കിൽ ഈ തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന ഒരു നേതാവ് ഇന്ത്യക്കുണ്ടായിരുന്നു. അതാണ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കേണ്ട ഗതികേട് മറച്ചു പിടിച്ചിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറി എന്നാണ് ഈ സമ്മേളനത്തിനകത്ത് പ്രമേയത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. യെസ്, അതാണ് കറക്റ്റ്. എല്ലാ കാലത്തും ധീരദേശാഭിമാനിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേലിന്റെ ഒരു ചരിത്രം എവിടെയൊക്കെയോ കോൺഗ്രസ് മറച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ചരിത്രത്തെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള ആർജവം BJP കാണിച്ചത്. ആ ആർജവത്തെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നത്. വ്യക്തമാണ് സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.